ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, ദൈവം തൻ്റെ വചനത്തിലുടനീളം ബോധപൂർവം പ്രതീകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള രചയിതാക്കൾ പ്രതീകങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ ബൈബിളിൻ്റെ രചയിതാവ് ദൈവമാണെന്ന് ഉറപ്പിക്കുന്നു. ആശയങ്ങൾ ചിത്രീകരിക്കാനാണ് പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നത്. പ്രതീകങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരാൻ കഴിയും. ബൈബിളിൽ യേശുവിനെ കുഞ്ഞാടായി പ്രതീകപ്പെടുത്തിയിരിക്കുന്നു. കുഞ്ഞാടുകൾ നിരപരാധികളായ സൃഷ്ടികളായി പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിനാൽ യേശു പാപരഹിതനായ നിഷ്കളങ്കനാണ് എന്ന് ഈ പ്രതീകത്തിലൂടെ നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നു. പുളിച്ച മാവ്, ഇടയന്മാർ, നക്ഷത്രങ്ങൾ, 7 നക്ഷത്രം, 7 ദൂതന്മാർ, തീ, വിളവെടുപ്പ്, പഴം, വെളുത്ത വസ്ത്രം, മണവാട്ടി, ഇരുട്ട്, വെളിച്ചം എന്നിങ്ങനെ ധാരാളം പ്രതീകങ്ങൾ ബൈബിളിൽ കാണാം. യേശുവിൻ്റെ പഠിപ്പിക്കൽ പ്രതീകാത്മകത നിറഞ്ഞതായിരുന്നു. ഇടയൻ, വിതക്കാരൻ, മണവാളൻ, വാതിൽ, മൂലക്കല്ല്, മുന്തിരിവള്ളി, വെളിച്ചം, അപ്പം, വെള്ളം, വീഞ്ഞ് എന്നിങ്ങനെ പ്രതീകങ്ങളാൽ യേശു പഠിപ്പിച്ചിരുന്നു. പ്രതീകാത്മകത ഒരു സന്ദേശത്തിന് ആഴം കൂട്ടുന്നു. ഒരു പ്രധാന സന്ദേശം സംരക്ഷിക്കാൻ പ്രതീകാത്മകതയ്ക്ക് കഴിയും. അപ്പവും വീഞ്ഞും എന്താണ് അർത്ഥമാക്കുന്നത്? യേശുവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും പ്രതീകമാണ് അപ്പവും വീഞ്ഞും. യോഹന്നാൻ 1:1 പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യേശു ദൈവമാണ്, യേശു വചനമാണ്. അത് നാം ഭക്ഷിക്കണം. എങ്ങനെ? നാം അപ്പം ഭക്ഷിക്കുന്നത് പോലെ, സിംബോളിക്. അതുപോലെ യേശു തൻ്റെ രക്തത്താൽ പുതിയ ഉടമ്പടി ഉണ്ടാക്കിയിരിക്കുന്നു. അത് നാം സ്വീകരിക്കുന്നതിൻ്റെ പ്രതീകമാണ് വീഞ്ഞു കുടിക്കുന്നത്. യേശു വീഞ്ഞു നിറച്ച പാത്രമെടുത്ത് ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയുന്നു. അത് കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുക എന്നർത്ഥം. നിങ്ങൾ കൂടി വരുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക എന്ന് പറയുന്നു. അതായത് ഒരു പ്രതീകാത്മക പ്രവൃത്തി. പ്രതീകാത്മക പ്രവൃത്തികൾ നാമും ചെയ്യാറില്ലേ? ഉദ്ഘാടന വേളകളിൽ പ്രതീകാത്മകമായ നാം തിരികൊളുത്തുന്നുണ്ടല്ലോ, റിബൺ മുറിക്കുന്നുണ്ടല്ലോ. അതെല്ലാം ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ ആഴം വർദ്ധിപ്പിക്കാൻ ആണല്ലോ. യോഹന്നാൻ 6:35, 51, 54, 55 വരെയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഈ അപ്പം എൻ്റെ മാംസമാണ്. അത് ഞാൻ ലോകത്തിൻ്റെ ജീവന് വേണ്ടി നൽകും. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന നാളിൽ ഞാൻ അവരെ ഉയർപ്പിക്കും. എന്തുകൊണ്ടെന്നാൽ എൻ്റെ മാംസം യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. ഈ പ്രതീകാത്മക സംഭാഷണം കേട്ടിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയി. അതിൻ്റെ ആഴങ്ങൾ ഉൾക്കൊള്ളാൻ അവർക്കായില്ല. യേശു പിന്നീട് പറയുന്നുണ്ട്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. യേശുവിനെ ഭക്ഷിക്കുക, രക്തം കുടിക്കുക എന്ന് വെച്ചാൽ വചനം സ്വീകരിക്കുക, പുതിയ ഉടമ്പടിയിൽ പങ്കുകാരാകുക എന്നാണ് അർത്ഥമാക്കുന്നത്. എന്തുകൊണ്ട് അപ്പവും വീഞ്ഞും എന്ന് ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം. യേശു ജീവിച്ചിരിക്കുന്ന കാലത്തിൽ അടിസ്ഥാന ഭക്ഷണ വസ്തുക്കളായിരുന്നു അപ്പവും വീഞ്ഞും. അവ സമൂഹത്തിൽ എളുപ്പത്തിൽ ലഭ്യമാകുകയും കഴിക്കുകയും ചെയ്തു. ഈ പ്രതീകാത്മക പ്രവൃത്തി നാം ആവർത്തിക്കുന്നു. യേശു വരുവോളം ഇത് ആവർത്തിക്കാൻ യേശു പറഞ്ഞിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ അവ വെറും അപ്പവും വീഞ്ഞും മാത്രമായിരിക്കാം. സാധാരണ ജീവിതത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കേവലം ഭക്ഷണ സാധനങ്ങൾ മാത്രമാണെങ്കിലും ഈ പ്രത്യേക അവസരത്തിൽ അവ ഒരു പ്രധാന പ്രതീകാത്മകത വഹിക്കുന്നു. ഇവ പാലിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ: 1 കൊറിന്ത്യർ 11:27-29 വരെ വായിച്ചാൽ അപ്പോസ്തലനായ പൗലോസ് ചില നിർദ്ദേശങ്ങൾ നൽകുന്നതായി കാണാം. ഓർമ്മിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണിവ. കാരണം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നും എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നും നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് അവ കാണിക്കുന്നു. ഇവിടെ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികളുടെ ഓർമ്മയാണ് വരുന്നത്. യോഗ്യമായ രീതിയിൽ മനസ്സും ഹൃദയവും ഒരുക്കി യേശുവിൻ്റെ 2ാം വരവ് വരെ ഈ പ്രതീകാത്മക പ്രവൃത്തി നാം ആവർത്തിക്കണം. യേശു ആ അപ്പം നുറുക്കിയാണല്ലോ കൊടുക്കുന്നത്. നമുക്ക് വേണ്ടി തകർന്ന ശരീരത്തെയാണ് അത് കാണിക്കുന്നത്. അതിനാൽ ഇത് ആവർത്തിക്കുമ്പോഴൊക്കെ നമുക്ക് യേശുവിനെ ഓർക്കുകയും യേശു നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി ഉൾക്കൊള്ളുകയും ചെയ്യാം. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.